ഹേയ് ഗൈസ്, ഐ ആം ഫഹീം. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിലെ കേരള റാങ്ക് എന്ന് പറഞ്ഞത് 30 ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നീറ്റിലെ സ്കോർ എന്ന് പറഞ്ഞത് 608 ആയിരുന്നു 2025. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ നീറ്റ് സ്റ്റോറി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് നീറ്റ് സ്റ്റോറി ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതലേ എൻ്റെ നീറ്റ് സ്റ്റോറി പറയണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, കോളേജിലൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ചെയ്താൽ പോരെ, ഇത്ര പെട്ടെന്ന് ചെയ്യണോ എന്നുള്ളൊക്കെ അഭിപ്രായം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോയതാണ്. അങ്ങനെ ഇപ്പോ എന്ത് പറയണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കാര്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഫുൾ 0 മാർക്ക്, ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ഞാനായിരിക്കും. അങ്ങനെ ഒരു ലെവലായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. പിന്നെ 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ എനിക്ക് മാത്സിനോട് കുറച്ചൊരു ഇത് തോന്നിയിരുന്നു. മാത്സ് അത്യാവശ്യം ഒരു നല്ലൊരു സാറുണ്ടായിരുന്നു, മുനീം സാർ. ആ സാറിനെ ഇതിൽ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നമ്മളോട് ക്ലാസ്സിൽ എല്ലാവരോടും ഉള്ള പോലെ തന്നെയാണ് എന്നോടും ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ സ്റ്റാറൊക്കെ ഇട്ട് തരും എല്ലാ പ്രോബ്ലത്തിനും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്സിൽ ഭയങ്കര താല്പര്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സാറിന് ഭയങ്കര ഒരു റോള് അതിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് ഞാൻ തന്നെ കച്ചറൊക്കെ ഉണ്ടാക്കി മാറി. എനിക്ക് പഴയ സ്കൂളിൽ ഒരു സർവൈവൽ സ്കില്ല് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയൊരു സ്കൂളിലേക്ക് മാറി. അങ്ങനെ നമ്മളെ നാടിൻ്റെ അടുത്തുള്ളതിനെ അവിടെ പോയപ്പോഴാണ് ഏകദേശം ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയി മാറിയത്. എനിക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ചുറ്റുവട്ടത്ത് ഉള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആവറേജ് ലെവലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 3 ഫ്രണ്ട്സ് നടന്നിങ്ങനെ പോകാറാണ് സ്കൂളിലേക്ക്. അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ ഉമ്മ നമ്മളോട് മാർക്കൊക്കെ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ 1, 2, 3 എന്നുള്ള രൂപത്തിലൊക്കെയാണ് നമ്മളെ മാർക്ക് ഇങ്ങനെ പറയുന്നത്. 40ലൊക്കെ ആകുമ്പോൾ 1, 2, 3 അങ്ങനെയുള്ള ലെവലാണ് നമുക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളെ ലെവലിൽ പോയിക്കൊണ്ടിരുന്നത്. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ പക്ക ആ ലെവൽ തന്നെ ആയിരുന്നു. പിന്നെ 5ന്ന് പൊതുപരീക്ഷ എന്നൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്നോട് സ്കൂളിൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കൂല എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞിരുന്നു. വാപ്പക്ക് വിളിച്ച് പറഞ്ഞ്, വാപ്പ പറഞ്ഞ് എന്തെന്നാ എഴുതാൻ സമ്മതിക്കണം, ഡിസ്റ്റിങ്ഷൻ കിട്ടും, മോയെ ഡിസ്റ്റിങ്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ സമ്മതിച്ച് ലാസ്റ്റ് പാസ്സായി. ജസ്റ്റ് പാസ്സായി, 3rd ക്ലാസ്സോട് കൂടി പാസ്സായി. അങ്ങനെ ആ ഹെഡ് മാസ്റ്റർ വന്ന് വീട്ടിൽ വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. പിന്നെ 6ാം ക്ലാസ് കഴിഞ്ഞു, 7ാം ക്ലാസ്സിലേക്ക് എത്തി. 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് പഠിത്തത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നത്. എനിക്ക് നല്ല നല്ല കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു നമുക്കൊക്കെ. പറഞ്ഞു തരാ പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ടോക്കിൽ നിന്നൊക്കെ ഇങ്ങനെ പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കുറേ അനുഭവങ്ങളും 7ാം ക്ലാസ്സിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ JRCക്കൊക്കെ പോകുമ്പോൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ പോയപ്പോൾ നമ്മളെ ക്ലാസ് ടീച്ചർ തന്നെ വന്നാണ്ട് പറഞ്ഞ്, ഇയൊക്കെ എന്തിനാ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ്, ഇയൊക്കെ എന്തിനാ JRCക്കൊക്കെ പോകണം, അതൊക്കെ പഠിക്കണവർക്കുള്ളതാണ്, ആദ്യം പഠിക്കാൻ നോക്ക് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അതേ സാറ് തന്നെ പിന്നെ ഒരു ദിവസം പാരൻസ് മീറ്റിങ്ങിന് പാരൻസ് മീറ്റിങ്ങിന് വന്നപ്പോൾ വാപ്പനോട് പറഞ്ഞു, ഇവന് പഠിക്കാനൊന്നും കഴിയൂല. അപ്പം വാപ്പ പറഞ്ഞ്, കുറച്ച് കാലം കഴിയുമ്പോൾ അവൻ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ വാപ്പനോട് പറഞ്ഞു, ഇനി എപ്പം പഠിക്കാനാ, ഇനി പഠിക്കാനൊന്നും കഴിയൂല, ഇനി പഠിക്കലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴൊക്കെ നമ്മളെ ഇവിടെ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഇങ്ങനെ വന്നത്. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു നമ്മളെ അടുത്തുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ഒരു എക്സാം, ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് ആ സ്കൂളിലേക്ക് കിട്ടണമെങ്കിൽ. ഞാൻ സ്കൂൾ മാറാൻ വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ ആ എൻട്രൻസ് എക്സാമിൽ കിട്ടിയില്ല. എന്തോ 40 എന്തോ 12 മാർക്കോ അങ്ങനെ എന്തോ മതി. പക്ഷേ എനിക്ക് അതും ഇല്ലായിരുന്നു, അങ്ങനെ കിട്ടിയില്ല. അതും എനിക്ക് കിട്ടൂല എന്ന് ഏകദേശം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസത്തോളം ഏകദേശം ആ ഒരു എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ പഴയ സ്കൂളിൽ തന്നെ പിന്നെ പഠിച്ചു. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആയിരുന്നു. 8th സ്റ്റാൻഡേർഡിലേക്ക് എത്തിയപ്പം തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും, എനിക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ നിന്നാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്ക് ബെഞ്ചിലൊക്കെ ആ അറ്റത്തൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ടൊക്കെ വന്നു, എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ടിലോട്ട് വന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഉത്തരമൊക്കെ വിളിച്ച് പറയും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി മെന്റാലിറ്റി ആയിരുന്നു. പിന്നെ ഒരു എക്സാമൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു എക്സാമൊക്കെ ഉണ്ടായി. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടൊരു ഇങ്ങനെ
കുട്ടിക്ക് ജസ്റ്റ് പഠിപ്പിക്കണ ഒരു ലെവൽ ഓഫ് എക്സാം NMOSക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സാമിൽ ക്ലാസ്സിൽ നിന്ന് ഞാൻ മാത്രം സെലക്റ്റഡ് ആയി. അപ്പോൾ നമ്മള് നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഞാൻ മാത്രം സെലക്റ്റഡ് ആകാൻ പറയുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര എൻ്റെ അക്കാഡമിക്സ് അത്യാവശ്യം നല്ല ലെവലായി. എല്ലാ വിഷയത്തിലും അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോഴാണ് എൻ്റെ കൈ പൊട്ടി. ആദ്യം തന്നെ ഫുട്ബോൾ കളിച്ചിട്ട് പിന്നെ കൈ പൊട്ടി മാറി. ഒരു 1-2 മാസം കൊണ്ട് മാറി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കളിക്കാൻ പോയി. കാലിന്റെ ലിഗമെന്റ് ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയി. അങ്ങനെ പിന്നെ ഒരു 6 മാസം അങ്ങനെ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങി. അപ്പോത്തിന് ഇങ്ങനെ ഫോണിൽ അത്യാവശ്യം അഡിക്റ്റഡ് ആയി തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് എക്സാം ആയി. പിന്നെ അതിന്റെ പകുതി ആയപ്പോഴത്തേക്കും കൊറോണയും വന്നു. അങ്ങനെ കൊറോണ വന്ന് പിന്നെ 10th സ്റ്റാൻഡേർഡും ഏകദേശം മൊത്തം പോയി. ലാസ്റ്റ് കുറച്ചിട്ടേ ക്ലാസ്സിന് നിന്നിട്ടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ 9th സ്റ്റാൻഡേർഡിനാണെങ്കിലും 10th സ്റ്റാൻഡേർഡിനാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബിൽ ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് ജസ്റ്റ് വീഡിയോ കാണും. അത്യാവശ്യം ഫുൾ ടൈം ഇരുന്ന് വീഡിയോ കാണും. എന്നിട്ട് പോയി എക്സാം എഴുതുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 9th സ്റ്റാൻഡേർഡിനാണെങ്കിലും 10th സ്റ്റാൻഡേർഡിനാണെങ്കിലും. 10th ഫുൾ A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. +1 +2ക്ക് അത്യാവശ്യം നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്കത് വലിയ യൂസ്ഫുൾ ആയിട്ട് ഇതാക്കാൻ കഴിഞ്ഞില്ല. യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്കൊരു ഫോൺ അഡിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് തുടങ്ങിയ മുതലേ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഫോണിൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു നിൽക്കല്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിത്തം തീരെ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം +1 +2ല് മാർക്ക് അത്യാവശ്യം നല്ല കുറവാണ്. പക്ഷെ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു +1 +2ല്. അത്യാവശ്യം നല്ല ഇപ്പോഴും നല്ല കോണ്ടാക്ട്സ് ഉള്ള എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഞാൻ റിപ്പീറ്റിന് പോകാൻ പറഞ്ഞപ്പോഴും എല്ലാവരും ഫുൾ സപ്പോർട്ട്. ആ ഒരു മെന്റാലിറ്റി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ +1 +2 കഴിഞ്ഞു. എനിക്ക് റിസൾട്ട് വന്ന് തീരെ മാർക്കില്ല. അപ്പോഴൊന്നും എനിക്ക് നീറ്റിന്റെ ഒരു പ്ലാന് എൻ്റെ മൈൻഡിലില്ല. പിന്നെ എന്തായാലും +1 +2 സയൻസ് എടുത്തതാണല്ലോ. ആ ഒരർത്ഥത്തിൽ ഞാൻ നീറ്റിനും ജെഇക്കും അപ്ലൈ ചെയ്തു. അങ്ങനെ നീറ്റ് എഴുതി. ജസ്റ്റ് വെറുതെ പോയി നീറ്റ് എഴുതി. ജെഇയും വെറുതെ പോയി എഴുതി. അങ്ങനെ നീറ്റിന് ഏകദേശം 102 മാർക്കായിരുന്നു. ഏകദേശം 13 ലക്ഷത്തോളം ആണ് റാങ്ക് വന്നത്. ആ 13 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര കോമഡി ഉണ്ട്. 13 ലക്ഷം ഞാനിങ്ങനെ അങ്ങനെ മെസ്സേജ് വരികയാണ് ചെയ്തത്. ഇത്രയാണ് റാങ്ക് പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ 1, 3 അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് 1,30,000 ആണ് വിചാരിച്ചപ്പോൾ എനിക്കറിയാം 1,30,000 ഒക്കെ അത്യാവശ്യം നല്ല റാങ്കാണ് എന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെ വീട്ടുകാരൊക്കെ ഞാൻ മൊത്തം പറഞ്ഞു 1,30,000 റാങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് അത്രയും നല്ല റാങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി. ആർക്കും എന്നോട് തീരെ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര റാങ്കാണല്ലോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് താത്ത എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ എല്ലാ കറക്റ്റ് നമ്പറൊന്ന് ജസ്റ്റ് എണ്ണി നോക്കിയപ്പോഴാണ് 1,30,000 അല്ല 13 ലക്ഷമാണ് റാങ്ക് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെയൊക്കെ ഉള്ള കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ജെഇ എഴുതിയിരുന്നു. ജെഇക്ക് 58% ആയിട്ടാണ് കിട്ടിയത് സെക്കൻഡ് ഷിഫ്റ്റ്. അപ്പോൾ അത് അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിൽ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് തന്നെയായിരുന്നു. ഞാനൊന്നും അത്രക്കൊന്നും അർഹിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞു. ഇപ്പോഴൊന്നും എൻ്റെ ഒരു മൈൻഡിലെ നീറ്റിന്റെ ഒരു ഇത് പ്ലാനേ ഇല്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് എൻ്റെ ക്ലാസ്സിലെ +1 +2ത്തെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ റിപ്പീറ്റിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും റിപ്പീറ്റിങ് ചേർന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ അറിയുന്നതൊക്കെ ആ ടൈമിലാണ്. പിന്നെ ഒരു ചെക്കൻ്റെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അങ്ങനെ അവിടുന്ന് ഒരു ചെക്കൻ പറഞ്ഞ് എന്നോട് റിപ്പീറ്റിങ്ങിന് വരാനൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഭയങ്കര എനിക്കും അല്ല പോവാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ചെറുതായിട്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് വാങ്ങാൻ പോയപ്പോൾ ടീച്ചറും പറഞ്ഞു റിപ്പീറ്റിങ്ങിന് പോയിക്കൂടെ, പോണില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കുകയാണ്, എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പോവാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. കീമിന് ഏകദേശം 25,000 ആണ്. അത് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു +2ന്റെ ആ ഒരു മാർക്കും പാടി നോക്കിയപ്പോൾ അങ്ങനെയുള്ളൂ കീമിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ നോക്കിയപ്പോൾ 25,000 ആയി. എന്നാലും ഏതെങ്കിലും കോളേജിൽ പൈസ കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കിട്ടും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ വല്ലതും അല്ലെങ്കിൽ കോളേജിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ പോവുക എന്നുള്ളത് ഞാൻ ടീച്ചറോട് പറഞ്ഞു.
എന്നിട്ട് അത് കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ കോളേജിന്റെ അഡ്മിഷൻസ് ഒക്കെ ആയി. ഞാൻ വിചാരിച്ച കോളേജിലൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ കൊടുത്ത അത്യാവശ്യം എനിക്ക് അത്യാവശ്യം നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊടുത്ത കോളേജിലൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം ഇങ്ങനെ എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് 87.8% ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോളേജൊന്നും വിചാരിച്ച സ്ട്രീമിലോ അങ്ങനെയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും എനിക്ക് പോവുകയാണെങ്കിൽ നല്ല കോസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിലും ബ്രാഞ്ചിൽ കിട്ടുകയാണെങ്കിലും എനിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും എന്നുള്ളൊക്കെ തോട്ട് വരാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നഴ്സിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നഴ്സിങ്ങിന് അന്വേഷിച്ചപ്പം നല്ല പൈസ ആവുമെന്ന് മനസ്സിലായപ്പോൾ അതും ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പല ആൾക്കാരും പലതും പറയാൻ തുടങ്ങി. ഇപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സിന് പോയിക്കോ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. വീട്ടിൽ നിന്നാണെങ്കിലും ITIക്ക് ചേർന്നോ അങ്ങനെയൊക്കെയുള്ള ITIക്ക് അപ്ലൈ ചെയ്തോ എന്നുള്ളൊക്കെ അർത്ഥത്തിലൊക്കെ മൊത്തം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ളി ഇതായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരാളും വഴിയും വേറെ അനുഭവം വഴി ഉണ്ടായി. ഇപ്പോൾ ഒരു തേങ്ങ ഇടാൻ വന്ന ഒരാളുണ്ടായിരുന്നു. എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ്, റിപ്പീറ്റിങ്ങിന് പോകണില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ വിചാരിച്ച് കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചതാണെന്ന്. അങ്ങനെ മൂപ്പരെ മോനും റിപ്പീറ്റിങ്ങിന് പോയി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഭയങ്കര സീരിയസ് ആയിട്ടാണ് മൂപ്പര് പറഞ്ഞതെന്ന് മനസ്സിലായി. പിന്നെ മൂപ്പരെ വൈബും ഭയങ്കര അത്യാവശ്യം നല്ല ചിൽ വൈബായിരുന്നു. മൂപ്പര് പറഞ്ഞ് അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നീറ്റിന് റിപ്പീറ്റിങ്ങിന് പോകണം, എന്തായാലും പോകണം, അത് ഭയങ്കര അറിവ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഭയങ്കര രസം തോന്നി മൂപ്പരെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ. പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെയും മൂപ്പരെ കണ്ടു ഞാൻ. റിപ്പീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയതിന് ശേഷം മൂപ്പരെ കണ്ടു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് മൂപ്പരെ മോന് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ മോനും കിട്ടി നീറ്റിന്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. ആ ഒരു വൈബ് കൊണ്ടൊക്കെ തന്നെയാണ് കിട്ടിയത്. സൂപ്പർ റിപ്പീറ്റിങ്ങിൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മള് എൻ്റെ താത്തനായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ താത്തയും പറഞ്ഞ് റിപ്പീറ്റിങ്ങിന് പോയിക്കോ, ജെയ്ക്ക് റിപ്പീറ്റിങ്ങിന് പോയിക്കോ പറഞ്ഞു. എനിക്ക് കുറച്ചും കൂടി മാത്സ് ആണ് താല്പര്യം എന്ന് താത്തക്ക് അറിയായിരുന്നു. അങ്ങനെ ജെയ്ക്ക് റിപ്പീറ്റിങ്ങിന് പോയിക്കോന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് അപ്പോത്തിന് എഞ്ചിനീയറിംഗ് പറഞ്ഞ ഫീൽഡ് എനിക്ക് ഇഷ്ടമില്ലാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു താത്തനോട് പറഞ്ഞു ഞാൻ റിപ്പീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ നീറ്റിന് റിപ്പീറ്റിങ്ങിന് പോകുള്ളൂ പറഞ്ഞു. അപ്പം താത്തയും സപ്പോർട്ടീവായി. പക്ഷേ ഫാമിലിയിൽ നിന്നൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഒപ്പിച്ചെടുത്തു. കാരണം ആർക്കും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു എനിക്ക് പോയാൽ കിട്ടൂല എന്നുള്ള അർത്ഥത്തിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റിങ്ങിലേക്ക് കയറുന്നത്. എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു റിപ്പീറ്റിങ് കയറിയത്. കാരണം എനിക്കൊരു മുന്നിലേക്കൊരു വേ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനിക്ക് കിട്ടി എന്നുള്ളത്. അതിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്താൽ എനിക്ക് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായത് ആ ഒരു ടൈമിലായിരുന്നു. അങ്ങനെ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, അത്യാവശ്യം നന്നായിട്ട് അത് മുതലാക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത്യാവശ്യം നല്ല പഠിക്കണം എന്നുള്ള മൈൻഡോട് കൂടി തന്നെയാണ് അത്യാവശ്യം ഭയങ്കര ഭയങ്കര പഠിക്കണം, നല്ല സ്കോർ വാങ്ങണം, എങ്ങനെയായാലും കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു ഞാൻ റിപ്പീറ്റിങ്ങിലേക്ക് പോയത്. ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പോയി വരില്ലായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് മാറി. ഞാനും വല്യമ്മൻ്റെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ അവിടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു പോയി നിന്നത്. അങ്ങനെ ഒരു 3/4 ഭാഗത്തോളം അവിടെ ആ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. ഇപ്പോൾ മൊബൈലൊക്കെ തന്നെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പഠിക്കാനുള്ളൊരു മൈൻഡ് പക്കായിട്ട് ഉള്ളൊരു ലെവലിൽ തന്നെയായിരുന്നു, ആ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യങ്ങൾ ഞാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റിപ്പീറ്റിംഗ് ചേർന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വൈബാണ്. ഇപ്പോൾ ഫ്രണ്ട്സുകളാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ക്ലാസ്സിലാണ് എനിക്ക് കിട്ടിയത്. ആർക്കും ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് ഇല്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എല്ലാവരും പറഞ്ഞു തരും, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിപ്പിച്ചതൊക്കെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സുകളാണ്. ഒരു ദിവസം വൈകുന്നേരം ഇരുന്നാണ്ട് ഞാനും ഒരു റിപ്പീറ്റർ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ അവൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ കറക്റ്റ് പഠിച്ചത്. എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം, ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് അവൻ്റെ അടുത്ത് നിന്നാണ്. പിന്നെ ഒരു ദിവസം സൺഡേ ഞാൻ അവിടെ ലൈബ്രറിയിൽ പഠിക്കാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു റിപ്പീറ്റർ ഫ്രണ്ട് വന്നാണ്ട് ഏത് ബുക്കിലെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞത്. MTG ഒക്കെ പറഞ്ഞു തന്നിരുന്നത്. എനിക്ക് അരിഹന്ത് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അരിഹന്ത് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ അരിഹന്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾ വന്നാണ്ട് പറഞ്ഞ് ആകെ 4-5 കുട്ടികളെ ലൈബ്രറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ
ഓൻ വന്ന് എടുത്തു വന്നിരുന്ന് അപ്പോൾ അരിഹന്ത് ചെയ്യാൻ കണ്ടിട്ട് ഭയങ്കര സംഭവമല്ലേ എന്നുള്ള അർത്ഥത്തിൽ നിന്ന്. അപ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാവണില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് MT ചെയ്തോ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ്. അതിലും ചില ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും അത് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ല അങ്ങനെയാണ്. പിന്നെ ഞാൻ ആ കൊല്ലം മൊത്തം ഒരു 2-3 വട്ടം MTG മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ഓരോ ഉപകാരങ്ങൾ കിട്ടിയത് ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഫ്രണ്ട്സോട് തന്നെയാണ് സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഡൗട്ടിലെ ലെവൽ പറയുന്നതും ആ ലെവലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റേഴ്സ് ആണ്. അപ്പോൾ അവർക്കൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരാണെങ്കിലും അത്യാവശ്യം നല്ല സ്കോറൊക്കെ കിട്ടുന്ന ആൾക്കാരായിരുന്നു റിപ്പീറ്റേഴ്സ് ആണെങ്കിലും. അപ്പോൾ അവർക്ക് അക്കൊല്ലം തന്നെ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ നീറ്റൊക്കെ കിട്ടി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് നന്നായിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമ്മളും ഭയങ്കര പോസിറ്റീവായിട്ട് ആ ഒരു എനർജിയിൽ നമ്മളും അവരോട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതൊക്കെ ഭയങ്കര നല്ലത് തന്നെയായിരുന്നു. പിന്നെ ആണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ട് അവനും റിപ്പീറ്ററാണ്. അപ്പോൾ എനിക്ക് ചാപ്റ്റേഴ്സിന്റെ പേര് അറിയില്ലായിരുന്നു ആ ടൈമിൽ. എനിക്ക് ഏതൊക്കെ ചാപ്റ്ററുകൾ എങ്ങനെയൊക്കെ ഉള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവനൊക്കെ തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അവന് എൻ്റെ വൈബ് തന്നെയായിരുന്നു. എൻ്റെ ഏകദേശം എൻ്റെ ഒരു അത്യാവശ്യം തീരെ അറിയില്ല, പ്ലസ് ടുത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല എന്നുള്ള ലെവൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ അന്തം വിട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും ക്ലാസ്സിന്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചീത്ത കേൾക്കും. നമ്മളത് കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 8 or 9 അങ്ങനത്തെ അത്ര ബോയ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സാർമാർക്ക് നമ്മളോട് ഭയങ്കര ഇത് തോന്നുന്നു തുടങ്ങി. അങ്ങനെ സാർമാർ എടുത്തു വന്നിട്ട് ബെഞ്ചിമിലൊക്കെ ചോക്കൊണ്ട് എഴുതി തരും, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് അത്യാവശ്യം നല്ല ഇങ്ങനെ റാങ്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കൂടിക്കൂടി തുടങ്ങി. പിന്നെ ഇങ്ങനെ ഏകദേശം ഒരു 10ാം റാങ്ക് ആ റേഞ്ചിലൊക്കെ എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ അത്യാവശ്യം ചാൻസ് ഉണ്ട്, കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ വരാൻ തുടങ്ങി. അതൊക്കെ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയി തുടങ്ങി. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ട്. അവരാണെങ്കിലും വൈകുന്നേരമൊക്കെ ചിലപ്പോൾ വെലിമിനോടൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കാണുമ്പോൾ ഞാൻ പഠിക്കായിരിക്കും. അപ്പോൾ അവർക്കും മനസ്സിലായി ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലായി പഠിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയി തുടങ്ങി. പിന്നെ ഫുൾ സപ്പോർട്ടീവ് തന്നെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ റാങ്ക് ഏകദേശം 10-15 ആ ലെവലിൽ തന്നെ ആയിരുന്നു ഫുള്ളി ഒരു ജനുവരി ആ ഒരു ടൈം വരെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ടൈമിലാണെങ്കിലും റിപ്പീറ്റിംഗ് ടൈമിലാണെങ്കിലും എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ നമുക്ക് അതുവരെ യൂസ് ചെയ്ത അത്രയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ഫസ്റ്റ് ഒരു മന്ത് ഒന്നും തീരെ ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഫുള്ളി ഭയങ്കര ഭയങ്കര എക്സോസ്റ്റ് ആയി തുടങ്ങി. അപ്പോഴാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് റീൽസ് കാണും, ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് കേൾക്കും. ആ ഒരു ലെവലിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി. ഇപ്പോൾ കരിക്ക് അങ്ങനത്തെ വല്ല വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇരുന്ന് കാണും. അങ്ങനത്തെ ഓരോരോ ടൈം പാസിനൊക്കെ ചെറുതായിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി കൂൾ മൈൻഡഡ് ആയി തുടങ്ങി. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാണ് നിന്നത്. പിന്നെ ആ ടൈമിൽ ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് 2 hours ഡെയിലി എനിക്ക് യാത്രക്ക് പോകുമായിരുന്നു. അപ്പോൾ 1 മണിക്കൂറോളം ഉണ്ട് നമ്മളെ ഇവിടുന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഇത്. അപ്പോൾ വലിയ ബസ്സിലാണ് പോവുക, നിന്നിട്ടൊക്കെ ആയിരിക്കും പോവുക. അങ്ങനെയൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഭയങ്കര ഒരു എക്സോസ്റ്റഡ് മൈൻഡ് ആയിരിക്കും ആ ഒരു ടൈമിൽ. ചിലപ്പോൾ നിന്നൊക്കെ ഞാൻ ഉറങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര പവറാണ്. അപ്പോൾ അപ്പോഴും അങ്ങനെ ആ ഒരു വൈബിൽ തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കിട്ടണം എന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു ഫുള്ളി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ മാക്സിമം ബാക്കി ടൈം കിട്ടുന്നതൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം അത്യാവശ്യം നല്ല ഒരു ഉറക്കം എനിക്ക് ആവശ്യമുണ്ട്. എനിക്കൊരു 5-6 മണിക്കൂറൊന്നും ഉറങ്ങിയാൽ എനിക്ക് സെറ്റ് ആവില്ല. എനിക്കൊരു 8 മണിക്കൂർ മിനിമം ഉറങ്ങിയാലേ എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു കണ്ടീഷൻ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല. ബാക്കി ടൈമേ ഞാൻ പഠിക്കുള്ളൂ. ഉറക്കം ഞാൻ കറക്റ്റായിട്ട് അവിടെ കൊടുക്കും. ബാക്കി ടൈം എന്തായാലും ഫുള്ളി ഞാൻ പഠിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ റിപ്പീറ്റിംഗ് ടൈമിൽ തന്നെ ഭയങ്കര അനുഭവങ്ങളുണ്ട്. സാർമാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ പക്ക ഇൻവോൾവ് ആകും. 100-110 എന്നുള്ള ലെവലിൽ തന്നെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർമാരുടെ ഓരോരോ ഇത് ഫുൾ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ അനുഭവങ്ങളുണ്ട് സാർമാരിന്ന് ചീത്ത കേട്ടതും
നമ്മളെ നിർത്തിച്ചതും ഇമ്പോസ് ചെയ്തതും റിപ്പീറ്റിംഗ് ടൈമിൽ പോയിട്ട് ഞാൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിർത്തിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനത്തെ ഓരോ ഫുൾ ഫുൾ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു നമ്മള്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കമന്റിൽ പറയാറുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, പിന്നെ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊന്നും വിചാരിച്ച് നിൽക്കരുത്. നമ്മളുള്ള ടൈം മാക്സിമം എഫക്റ്റീവ് ആക്കിയാൽ മതി. കുറേ ആൾക്കാർക്ക് കുറേ ക്ലാസ്സിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളതുണ്ട്. ഞാനും റിപ്പീറ്റ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെ ബാക്കി ടൈമിൽ തന്നെ പഠിച്ചിട്ട് മാക്സിമം എഫക്റ്റീവ് ആക്കിയാൽ മതി. പിന്നെ ക്ലാസ്സിൽ മാക്സിമം ഇൻവോൾവ് ആക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ നിൽക്കണം. അപ്പോൾ പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള ടൈമിൽ നമുക്ക് ഭയങ്കര ഉറക്കം വരും. നമ്മളിങ്ങനെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഉറങ്ങാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരും. അങ്ങനെയൊക്കെ നമുക്ക് ചീത്ത കേട്ടിട്ടുണ്ട്. ക്ലാസ്സിലിരുന്ന് ഉറങ്ങാനൊക്കെ വെച്ചാണ്ട് നീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ. പിന്നെ നമുക്കിങ്ങനെ പഠിക്കുമ്പോഴൊക്കെ സാറുമാരെ ഫേസ് ഒക്കെ ആയിരിക്കും ഓർമ്മ വരിക. സാറുമാര് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ആരെ ഓർമ്മ ഒക്കെ ഉണ്ടാകും. ക്ലാസ്സിൽ പക്ക ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ. പിന്നെ സാറുമാര് ഇങ്ങനെ നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞു തരും എന്നുള്ളതൊക്കെ ഇതുണ്ട്. ഭയങ്കര ഒരു ഗുണം തന്നെ ആയിരുന്നു അതൊക്കെ. അങ്ങനത്തെ നല്ല നല്ല അനുഭവങ്ങൾ ഇപ്പോഴും നമ്മളൊക്കെ ഭയങ്കര ഓർത്തിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കൊല്ലം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മോഡൽ എക്സാമിന്റെ ടൈമിലേക്ക് കയറുന്നത്. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിക്കാണ് മോഡൽ എക്സാമിന്റെ ടൈമിലേക്ക് കയറുന്നത്. ആ ഒരു ടൈമിലായപ്പോൾ അത്യാവശ്യം നമ്മളെ റാങ്ക് ബാക്കിലേക്ക് പോയി. ഒരു 50 ആയി എൻ്റെ റാങ്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ 10ന്ന് 50 ആയപ്പോൾ നമ്മൾ ഭയങ്കര ഞാനൊക്കെ ഭയങ്കര ടെൻഷനായി. പക്ഷെ എന്നാലും ടെൻഷൻ ആവരുത് എന്നുള്ളത് മനസ്സിലായിട്ട് തന്നെ കൂളായിട്ട് തന്നെ പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് പിന്നെ ഇങ്ങനെ കയറി കയറി വന്ന് 10ാം റാങ്കിലേക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി. അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ട് തന്നെ 10ാം റാങ്കിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് മേലേക്ക് കയറ്റം ഇറക്കൊന്നും ഉണ്ടാവുന്നില്ല കാര്യമായിട്ട്. ഇടക്ക് 4ാം റാങ്ക് കിട്ടും, ഇടക്ക് 17 ആ ഒരു റാങ്കിലേക്കൊക്കെ ഇങ്ങനെ ചെറിയ വേരിയേഷനൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു മെയിൻ റാങ്ക് പറഞ്ഞിട്ട് 10ൽ ഞാൻ എപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുക്കാൻ തുടങ്ങി. നമ്മൾ ഭയങ്കര എക്സോസ്റ്റ് ആയി. ലാസ്റ്റ് ഒരു 2 months ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി. പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല. ആ ലെവലിലേക്കൊക്കെ എത്തി തുടങ്ങി. പിന്നെ ആ ലാസ്റ്റ് 2 months ഒക്കെ ആയപ്പോഴത്തേക്കും 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ എക്സാം ഉണ്ടാവുള്ളൂ അവിടെ. അപ്പോൾ ബാക്കിയുള്ള ടൈം മൊത്തം വീട്ടിൽ തന്നെയാണ്. ഞാൻ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ വീട്ടിലാകുമ്പോൾ ഞാൻ ഫോണിലൊക്കെ തന്നെ ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. കുറേ ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഇത് പോകാൻ തുടങ്ങി, സമയം പോകാൻ തുടങ്ങി. പിന്നെ പഠിത്തം ചെറുതായിട്ട് കുറഞ്ഞു. പക്ഷെ എന്നാലും അതുകൊണ്ട് റാങ്കിലൊന്നും തീരെ വേരിയേഷൻ അവിടെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഇതുണ്ടായി. പിന്നെ മൈൻഡിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. നമുക്കിങ്ങനെ ആ ഒരു തോന്നലുണ്ടാവും. നമുക്കിങ്ങനെ കയറുന്നില്ല, മുന്നോട്ട് കയറുന്നില്ല ഒക്കെ വിചാരിക്കുമ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലം പണി കിട്ടില്ലേ എന്നുള്ളൊരു തോട്ടൊക്കെ എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ റിപ്പീറ്റിങ് പോവാം എന്നുള്ളൊക്കെ ചെറിയ തോട്ടൊക്കെ എനിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴാണ് നീറ്റിന്റെ ഒരു 10 ദിവസം മുന്നൊക്കെയാണ് എന്തായാലും പഠിക്കാം എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത് വീണ്ടും ഞാൻ ഫുള്ളി ഒന്ന് റിവൈസ് ചെയ്തത് 10 ദിവസം കൊണ്ട്. അങ്ങനെ റിവൈസ് ചെയ്ത് എക്സാമിന് പോയി. എനിക്ക് ആ സെന്റർ തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് ആ ഒരു ക്ലോക്കിലേക്ക് എനിക്ക് കാണുന്നില്ലായിരുന്നു. ഞാൻ 1 മണിക്കൂർ മുമ്പ് എക്സാം കഴിഞ്ഞു. കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലോക്കിലേക്ക് നോക്കി ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഏറ്റവും ബാക്കിലായിരുന്നു എൻ്റെ സീറ്റ്. ആണെങ്കിൽ ചെറിയ ക്ലോക്ക് വരുന്നു. അപ്പോൾ ക്ലോക്കിലേക്ക് കറക്റ്റ് ടൈം കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് 1 മണിക്കൂർ ശേഷമാണ് കാണിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ 1 മണിക്കൂർ മുമ്പ് എക്സാം തീർത്ത്. പിന്നെയാണ് മനസ്സിലായത് 1 മണിക്കൂർ ബാക്കി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ആണെങ്കിൽ ആ ഒരു സെന്ററിൽ നമ്മളെ റൂമിലാണെങ്കിൽ തീരെ വെളിച്ചം ഇല്ല. അങ്ങനത്തെ ഓരോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കിട്ടൂല. കിട്ടിക്കാണെങ്കിലും ജസ്റ്റ് എവിടെയെങ്കിലും ഓൾ ഇന്ത്യയിൽ കിട്ടും എന്നുള്ള അർത്ഥത്തിലേ കിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. 635 ഞാൻ അങ്ങനെ കൂട്ടിയപ്പോൾ മാർക്ക് കിട്ടിയിരുന്നത്. പിന്നെ OMR വന്നപ്പോഴാണ് മനസ്സിലായത് 2 ക്വസ്റ്റ്യന് മാറി കുത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ മനസ്സിലായി 625. എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു 625 കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയായിരുന്നു. അതിന്റെ മുന്നത്തെ കൊല്ലം കട്ട് ഓഫ് വന്നത് 610 ആ റേഞ്ചിലായിരുന്നു. അപ്പൊ എന്തായാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു 625 കിട്ടും എന്നുള്ളത്.
അങ്ങനെ പക്ഷെ എന്നാലും സിമ്പിൾ ആയതുകൊണ്ട് കിട്ടാതിരിക്കാനും ആ ഒരു ബോർഡറിലായിട്ട് ആയിരിക്കും നിൽക്കുക എന്നുള്ളൊരു അറിവ് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റീല് കണ്ടിരുന്നു. ഭയങ്കര അടിപൊളി റീലായിരുന്നു. അങ്ങനെ ഞാനിത് താത്തക്ക് കാണിച്ചു കൊടുത്ത് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാന്ന് പറഞ്ഞപ്പോൾ താത്ത എനിക്ക് ആദ്യം കിട്ടുമോ നോക്കി എവിടെയെങ്കിലും ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുമോ നോക്കി ഇങ്ങോട്ട് വേണ്ടേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വൈബിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വരുന്ന ദിവസമായി ഞാൻ ഇങ്ങനെ കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഇങ്ങനെ പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് കാലിക്കറ്റ് കാണാനായിട്ടുള്ള പോകാൻ പറഞ്ഞ് നീറ്റിന്റെ റിസൾട്ട് വന്നല്ലോ നോക്കിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കിയില്ല ഇന്നാണോ വന്നതെന്നൊക്കെ ചോദിച്ച് അപ്പോഴാണ് ഞാൻ നീറ്റിന്റെ റിസൾട്ട് വന്നത് പറഞ്ഞത്. അപ്പം തന്നെ ഞാൻ സിസ്റ്ററിനൊക്കെ വിളിച്ച് താത്തൊക്കെ വിളിച്ചാണ്ട് പറഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനും ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കിട്ടൂലെന്ന്. 625 50,000 റാങ്ക് ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ച് കിട്ടൂലെന്ന് ഉറപ്പായി. അങ്ങനെ മൈൻഡൊക്കെ ഏകദേശം സെറ്റാക്കി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ 56,000. അപ്പോ നമുക്ക് ഉറപ്പായി കിട്ടൂല എന്നുള്ളത്. പിന്നെ അന്ന് രാത്രി തന്നെ റിപ്പീറ്റിങ്ങിന് പോവാം എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിച്ച് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ജസ്റ്റ് പാലേക്ക് വിളിച്ച് അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് ജസ്റ്റ് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ ഇത് ചെയ്ത് അപ്പം തന്നെ അഡ്മിഷൻ റെഡിയായി ഒക്കെ സെറ്റായി. റിപ്പീറ്റ് ഞാൻ ഏകദേശം ജൂണ് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങി. ജൂൺ 20 ആ ടൈമിൽ തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റിംഗ് നമുക്ക് കുറച്ച് ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഓഗസ്റ്റ് 5 ആ ഒരു ടൈമിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ. ആയതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയി ചേർന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും നേരത്തെ തന്നെ ചേരും. ഇനി ആരെങ്കിലും ചേരാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് ചേരുക. ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചേരുക എന്നുള്ളതാണ്. കുറേ ടൈം കിട്ടുമല്ലോ, അതിനാണ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാലും അങ്ങനെ റിപ്പീറ്റിംഗ് ടൈമിൽ ഞാൻ ഏകദേശം പെട്ടെന്ന് ചേർന്നിട്ടുണ്ട്. റിപ്പീറ്റിംഗ് ടൈമിൽ പിന്നെ ഞാൻ റിപ്പീറ്റ് ചേർന്നതിന് മുമ്പ് ഞാൻ ഒരു മാസം ടൈപ്പിങ്ങിനൊക്കെ പോയിരുന്നു. എനിക്ക് തീരെ പ്ലാൻ ഇല്ലായിരുന്നു റിപ്പീറ്റിങ്ങിന് പോകണം എന്നുള്ളത്. എനിക്ക് റിപ്പീറ്റിങ്ങിന് ചേരാൻ പോയപ്പോഴായിരുന്നു അത്യാവശ്യം നല്ല സുഖം. അപ്പോൾ റിപ്പീറ്റിങ്ങിന് ചേരാൻ പോയപ്പോൾ എല്ലാവരും കൺവിൻസ് ചെയ്യുന്നത് ആർക്കൊരു വിശ്വാസമില്ലായിരുന്നു നമുക്ക് കിട്ടും എന്നുള്ളത്. പക്ഷേ റിപ്പീറ്റിങ്ങിനാണെങ്കിൽ എല്ലാവരും ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു നമുക്ക് ശ്രമിച്ചാൽ കിട്ടും. 625 മാർക്ക് കിട്ടിയല്ലോ, അപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രമിച്ചാൽ കിട്ടും എന്നുള്ളത് അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ റിപ്പീറ്റിങ്ങിന് പോയത് ഏകദേശം ഓവറോൾ സക്സസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ നീറ്റിന് ഇത്രങ്ങാനും നല്ലൊരു മാർക്ക് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ജെയ്ക്കും ഞാൻ ജനുവരിത്തെ ഷിഫ്റ്റ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 94.9% ഉണ്ടായിരുന്നു. പിന്നെ കുസാറ്റിലും ഏകദേശം ഏത് സ്ട്രീമിലാണെങ്കിലും ഏത് കോളേജിലും കിട്ടും എന്നുള്ള അർത്ഥത്തിലുള്ള റാങ്ക് ഉണ്ടായിരുന്നു. ഏകദേശം 500 600 ആ റേഞ്ച് റാങ്ക് കുസാറ്റിലും ഉണ്ടായിരുന്നു. പിന്നെ കീമിലാണെങ്കിൽ ഏകദേശം 3000 ആ റാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ പ്ലസ് 2 മാർക്ക് അത്യാവശ്യം നല്ല കുറവായിട്ടും എനിക്ക് കീമിൽ അത്രങ്ങാനും നല്ല റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എഴുതിയ എല്ലാ എക്സാമും അത്യാവശ്യം നല്ല റാങ്കോട് കൂടി കിട്ടിയോണ്ട് എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റിപ്പീറ്റിങ്ങിന് പോയി. പിന്നെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ ഉണ്ട് നമ്മളോട്. അത്യാവശ്യം നല്ല ഒരു മോശം കാര്യമാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രെസ്, എനിക്ക് പേഴ്സണലി പഠിക്കാനുള്ള ഭയങ്കര സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷ ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോണ മാതിരിയല്ല നമ്മളോട് എല്ലാവരും ഒരു പ്രതീക്ഷ വെച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പാട് തന്നെയായിരുന്നു നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാനിങ്ങനെ വീട്ടുകാർക്കൊന്നും റാങ്കൊന്നും അവിടുത്തെ പറഞ്ഞു കൊടുക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. റിപ്പീറ്റിങ്ങിന് പോയപ്പം കോൺഫിഡൻസ് കുറച്ച് കമ്മിയായിരുന്നു. എന്നാലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാലും റിപ്പീറ്റിങ്ങിന്റെ ടൈമിന്റെ ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഞാൻ റിപ്പീറ്റിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബേസും ഇല്ല ആ ലെവലിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ അത്യാവശ്യം എല്ലാവർക്കും അങ്ങനെ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ നിൽക്കും. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടും, ആ ലെവലിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര കോൺഫിഡൻസ് എനിക്ക് റിപ്പീറ്റിംഗ് ടൈമിൽ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും കോൺഫിഡൻസ് ഉണ്ട്. ഞാനിങ്ങനെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ ചേരാൻ പോയപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററും അളിയനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അടുത്ത കൊല്ലം അവിടുത്തെ ഇങ്ങനെ ബോർഡ് ഉണ്ട് മുന്നിൽ, ഇങ്ങനെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബോർഡ് ഉണ്ടായിരുന്നു. കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഇവിടെ ഉണ്ടാവും, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ട് ഞാൻ ഇനി ഒരു വരവുള്ളൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹോസ്റ്റലിൽ പോയി ചേർന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി
ഫസ്റ്റ് റാങ്ക് കിട്ടുകാരന് ചില്ലറ പണിയല്ല. എനിക്ക് 300 400 റാങ്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ, 600 കുട്ടികൾ എഴുതാൻ തുടങ്ങിയപ്പോൾ 300 400 റാങ്ക് എനിക്കാവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് റാങ്ക് കിട്ടുകാരന് ചില്ലറ പണിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വരാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഞാൻ കോൺഫിഡൻസ് ഒട്ടും കളയാതെ തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നൊക്കെ തന്നെ ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ അപ്പോഴും പറയും, ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടും, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നൊക്കെ ഞാൻ അപ്പോഴും പറയാറുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടാവും, എനിക്ക് അപ്പം റാങ്ക് ഉണ്ടാവില്ല. എന്നാലും ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും, എനിക്ക് ഫസ്റ്റ് റാങ്ക് ആവും എന്നൊക്കെ, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആവും എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ആ ലെവലിൽ കോൺഫിഡന്റ് അപ്പോഴും ആയിരുന്നു. പിന്നെ ബ്രില്യന്റ് പോയപ്പോൾ റാങ്ക് പറ്റ ബാക്ക് പോകാൻ കാരണം അവിടുത്തെ സിസ്റ്റം ഒന്നും നമ്മളെ അനുസരിച്ചല്ല. ഞാൻ വന്ന ആ ഒരു സിസ്റ്റത്തിന് അനുസരിച്ചല്ലായിരുന്നു അവിടുത്തെ സിസ്റ്റം. അവിടുത്തെ സിസ്റ്റം അത്യാവശ്യം ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ വീക്കിലി എക്സാമിനാണ് പഠിക്കുന്നത്. മറ്റോടത്താണെങ്കിൽ ജസ്റ്റ് ഓരോ ഓരോ ചാപ്റ്റർ വൈസ് ആണ് എക്സാം ഉണ്ടാവുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ ഒരു 50-45 ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് എക്സാം ഉണ്ടാവും. അത് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ചാപ്റ്റർ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോത്തിന് നമുക്ക് കഴിയും എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അടുത്ത ഇതില് വേറെ എക്സാം അങ്ങനെയായിരുന്നു. അത്യാവശ്യം നല്ല ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ ഞാൻ വന്നതുകൊണ്ട് തന്നെ പിന്നെ വീക്കിലി എക്സാം ആയപ്പോൾ ഓരോ മൺഡേ ആണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് അഡ്ജസ്റ്റഡ് ആവാൻ അത്യാവശ്യം നല്ല പാടും. പിന്നെ ക്ലാസ് ഉച്ച വരെ, രാവിലെ 7 ക്ലാസ് ആണെങ്കിൽ ഉച്ച വരെ ക്ലാസ്, വൈകുന്നേരം ക്ലാസ് ഇല്ല. വൈകുന്നേരം മൊത്തം നമ്മൾ പഠിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു സിസ്റ്റത്തിനോട് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം പാടായിരുന്നു. പിന്നെ ഒരു 2 മന്ത്സോളം എടുത്തു ആ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ചെയ്യാൻ. അങ്ങനെയൊക്കെ നിന്നതാണ്. പിന്നെ ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ്, ഹോസ്റ്റലിൽ അതുവരെ ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ റീ റിപ്പീറ്റ് ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന് അപ്പോൾ ആ ഒരു ഇതിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടായി. പിന്നെ ആണ് ഞാൻ ആ സിസ്റ്റം മനസ്സിലാക്കി. പിന്നെ ഓണൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിലൊക്കെ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ടൈമിൽ വീട്ടിലേക്ക് വരുമായിരുന്നു. ഞാൻ സൺഡേ വരെ ഇടയ്ക്ക് വീട്ടിൽ 10 മണിക്കൂറോളം യാത്ര ഉണ്ട്, എന്നാലും ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന ടൈമിലാണ് ഞാൻ ഓണം കഴിഞ്ഞു. ഓണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പഠിക്കണം. പഠിച്ച് ഓണത്തിന്റെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടൂല. 600 അങ്ങനെ എത്രയോ റാങ്ക് ആയി തുടങ്ങി. ഏകദേശം 5000 കുട്ടികൾ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ കിട്ടാതെക്കാൻ ചാൻസ് ഉണ്ട്. ഓൾ ഇന്ത്യയിൽ തന്നെ എവിടെയും കിട്ടാതെക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ പഠിക്കണം എന്നുള്ള അത്യാവശ്യം നല്ലൊരു ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി, കട്ട വർക്ക് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം മനസ്സിലാക്കി, അത്യാവശ്യം സ്മാർട്ടായിട്ട് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റാങ്ക് നന്നായിട്ട് കൂടി. പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ ഫസ്റ്റ് റാങ്ക് എത്തി. പിന്നെ ഏകദേശം ഫസ്റ്റ് റാങ്ക് ആ ഒരു ലെവലിലേക്ക് തന്നെ ഇടയ്ക്കൊക്കെ വേരിയേഷൻസ് വരുമെങ്കിലും പക്ഷെ എന്നാലും ഫസ്റ്റ് റാങ്ക് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ബ്രില്യനിൽ ഞാൻ ഡി ബ്ലോക്കിലായിരുന്നു. ഡി ബ്ലോക്കിലെ R23 ബാച്ച് ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ ഏഞ്ചലായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ രസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ രസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം വൈകുന്നേരം ചായ കുടിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പഠിച്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനത്തെ ഒക്കെ ലെവലിൽ ആ ഒരു ലെവൽ ഓഫ് ഫ്രണ്ട്സ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്യും. അങ്ങോട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രൊഫസർ ആളിൽ പോയിട്ട് ജസ്റ്റ് ഡൗട്ട് ചോദിക്കും. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു തരും എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെയായിരുന്നു പോയിരുന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ ഭയങ്കര കോമഡി ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിരുന്നത്. ഭയങ്കര രസമൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമ്മൾ വൈകുന്നേരം ചില ദിവസം പാല ബേക്കേഴ്സിൽ പോകും, ഫുഡൊക്കെ കഴിക്കും, അങ്ങനെ സ്നാക്ക് മീൽ ഒക്കെ കഴിക്കും, എന്നിട്ട് വരും. അതൊക്കെ ഭയങ്കര രസം തന്നെയായിരുന്നു. പിന്നെ ബ്രില്യനിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിങ്ങനെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് മാതിരി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഞാൻ. ഇപ്പോൾ ചില ടൈമിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് മാത്രം കണ്ട് ടൈമുണ്ട്. എനിക്ക് എഫക്റ്റീവ് ആകുന്ന രൂപത്തിൽ മാത്രമേ ഞാൻ പിന്നെ ക്ലാസ്സൊക്കെ കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് മാത്രം കണ്ടിരുന്ന ടൈമുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് കട്ട് ചെയ്യുന്നില്ല, ഓൺലൈൻ അതിൻ്റെ കൂടെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ഞാൻ ഒറ്റൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഏതൊക്കെ ടൈമിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ആ ടൈമിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഓൺലൈൻ ക്ലാസ് കാണും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് അതായത് ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ ഞാൻ ആ ക്ലാസ് മൊത്തം 3x ഇട്ടാണ്ട് ഇരുന്ന് കാണാറുണ്ടായിരുന്നു. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഞാൻ അങ്ങനെ ഇതിൽ പോയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാറില്ല. പ്രൊഫസേഴ്സ് ആളിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ
ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എനിക്കൊരു ചാപ്റ്റർ ഓസിലേഷനായിട്ട് ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻ വർക്ക് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ബുക്കാവാത്തോളം ക്വസ്റ്റ്യന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ പ്രൊഫസർ സാറിൽ പോയി എന്നിട്ട് പ്രൊഫസർ സാറിൽ പോയി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചത് ഇത് ഓസിലേഷന് സാറുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഒരു സാറിനെ കാണിച്ചു തന്ന്. അത്യാവശ്യം ആ സാറ് തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ടോപ്പ് ഫാക്കൽറ്റി ആണ്. എനിക്കറിയാം, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ഫാക്കൽറ്റി ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ് ഇത് ചെയ്താൽ കിട്ടുമല്ലോ, ചെയ്ത് നോക്കിയില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി, സാറ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ സാറ് എന്നിട്ട് ഇതിന്റെ ഉത്തരം എത്ര കഴിച്ചാണ്ട് സാർ ഒരു റഫ് മാതിരി അങ്ങനെ പറഞ്ഞു തന്നു. പക്ഷേ സാറിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പോ എനിക്കത് കിട്ടിയില്ല. അപ്പോ സാർ പറഞ്ഞു ഇത് ചെയ്തു നോക്കിയില്ല. അപ്പൊ ചെയ്തു നോക്കി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പൊ സാറ് വേറെ ഏതെങ്കിലും ഡൗട്ട് ഇട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ വേറെ ഒരു ഡൗട്ടും ഇല്ല, എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, 49-50 ഡൗട്ടോളം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഒറ്റ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ തന്നെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ക്യൂ ആയി നിന്നിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ വേറെ ഡൗട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോരുകയുണ്ടായി. സാറ് ചോദിച്ചു വേറെ ഡൗട്ട് ഉണ്ടോ, പക്ഷെ എനിക്കെന്തോ ജസ്റ്റ് പേടിയായിട്ട് ഞാൻ പിന്നെ പ്രൊഫസർ ആൾക്ക് അങ്ങനെ പോയിട്ടില്ല. ഞാൻ പോവുകയാണെങ്കിലും ജൂനിയർ ഫാക്കൽറ്റീസിനോടൊക്കെ ഞാൻ ഡൗട്ട് ചോദിക്കാറുള്ളായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ അവർക്കറിയുന്നത് നീറ്റിനൊക്കെ ക്വസ്റ്റ്യനിൽ വരുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഡൗട്ടുള്ളതൊന്നും അധികം ജൂനിയർ ഫാക്കൽറ്റീസിനും അറിയാറുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പ്രൊഫസർ സാറിൽ ഞാൻ കയറാറില്ല. പിന്നെ ഞാൻ ഡൗട്ട് ക്ലിയറൻസ് ആപ്പിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാറുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ഞാൻ കുറേ ഡൗട്ട് ക്ലിയറൻസിൽ ഞാൻ കുറേ ഡൗട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ് കാണുക, ഡൗട്ട് ക്ലിയറൻസ് അതൊക്കെ കറക്റ്റ് രൂപത്തിൽ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഫസർ സാറിൽ നിന്ന് ഡൗട്ട് ചോദിച്ച് നല്ല റാങ്ക് വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പ്രൊഫസർ സാറിൽ പോയിട്ട് ഒരു നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു ചാപ്റ്ററിന് ഞാൻ പോയിട്ട് വേവ്സോ ആ ചാപ്റ്ററൊക്കെ എനിക്ക് ഏതോ മനസ്സിലാവാനായിട്ട് ഞാൻ പോയി ചോദിച്ചു. ഒരു കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ അതേമാതിരി ഞാൻ സാറിനോട് ഇരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നിട്ട് ചുറ്റുഭാഗം കുട്ടികൾ ഇരുന്ന് ഫുൾ സോൾവ് ചെയ്തിരുന്നു. എനിക്ക് എൻ്റെ ഡൗട്ട് ഞാൻ കുറേ ഡൗട്ട് ഇരുന്ന് സോൾവ് ചെയ്ത് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോയിട്ട് എക്സാം എഴുതിയിട്ട് എനിക്ക് ആ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓരോ അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കറക്റ്റ് രൂപത്തിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും പ്രൊഫസർ സാറിനെ കുറ്റം പറയില്ല. എനിക്ക് കംഫർട്ട് കുറച്ചും ഡൗട്ട് ക്ലിയറൻസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബ്രില്യനിൽ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഞാൻ പല ടൈമിലും ഭയങ്കര ഡൗൺഫോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ റാങ്ക് ഭയങ്കര ബാക്കിലായിരുന്നു. ഞാൻ ഏകദേശം ലാസ്റ്റത്തെ മോഡൽ എക്സാം അപ്പോൾ ഏകദേശം 600 ആ റേഞ്ചിലേക്കൊക്കെ റാങ്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ അങ്ങനെ നിൽക്കാൻ തുടങ്ങി. വീക്ക്ലി എക്സാംസിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല റാങ്ക് മോഡൽ എക്സാമിനും ഉണ്ട്. അപ്പോൾ എനിക്ക് മാത്രം റാങ്ക് കിട്ടുന്നില്ല എന്നുള്ളൊക്കെ ഒരു തോട്ട് എനിക്ക് വരാൻ തുടങ്ങി. ഭയങ്കര ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പിൻവലിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇവൻ ഭയങ്കര അടിപൊളിയാണ്, ഇവന് ആദ്യം വന്നപ്പോഴും ഭയങ്കര ബാക്കിലായിരുന്നു, പിന്നെ ലാസ്റ്റ് കയറി വന്നാണ്, ഇതേമാതിരി ഇനിയും കയറി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ലെവൽ ഓഫ് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കയറി വന്നു. പിന്നെ ഞാൻ ഏകദേശം നല്ല റാങ്കിലേക്ക് 6ാം റാങ്ക് മോഡൽ എക്സാമിലൊക്കെ ലാസ്റ്റ് 10,000 17,000 അത്രങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ റാങ്കിലേക്കൊക്കെ ഞാൻ എത്തി. അപ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ലെവലിലേക്കൊക്കെ ഞാൻ എത്താൻ സാധിച്ചു. അതൊക്കെ ഭയങ്കര ഫ്രണ്ട്സുകളൊക്കെ ഭയങ്കര അതിലുണ്ട്, സപ്പോർട്ട് അതിൽ ഉണ്ട്. അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ സാറുമാരാണ് ഭയങ്കര സപ്പോർട്ടീവ് എങ്കിൽ അവിടുത്തെ ബ്രില്യനിലാണെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വാർഡനൊക്കെയാണ് ഭയങ്കര സപ്പോർട്ടീവ്. നമുക്ക് ക്ലാസ് ടീച്ചറൊക്കെ ഭയങ്കര എന്നും വന്ന് മോട്ടിവേഷൻ തരും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എന്നും വന്ന് ഓരോ ബുക്കൊക്കെ കാണിച്ചു തന്ന് ഇതിലിങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനത്തെ ഒക്കെ മോട്ടിവേഷനൊക്കെ നമുക്ക് തരും. പിന്നെ ആണെങ്കിലും വാർഡനൊക്കെ ആണെങ്കിൽ രാത്രി വന്ന് പ്രോഗ്രസ് കാർഡൊക്കെ റിപ്പോർട്ട് വാങ്ങുമ്പോൾ ഇങ്ങനെ പഠിക്കണം, മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇവരെ കണ്ടില്ലേ ഇങ്ങനെ പഠിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാണ്ട് ഭയങ്കര ആ ഒരു ലെവല് മൈൻഡോട് കൂടി തന്നെ നമുക്ക് പറഞ്ഞു തരും.
അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ സാറ് പേടിക്കണ്ട, ഞാൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടേ പോകുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ ആ ഫ്രണ്ടിന് എന്നെക്കാളും എത്രയോ നല്ല റാങ്ക് ഉണ്ട്, അവനോട് ഞാൻ പറയാറുണ്ട് എനിക്ക് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ളതൊക്കെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവല് കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ ലെവൽ കോൺഫിഡൻസ് നിങ്ങളും കീപ്പ് ചെയ്യണം. അത് സെൽഫ് കോൺഫിഡൻസ് അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ വന്നോളൂ. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ എല്ലാവർക്കും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും നമ്മൾ കോൺഫിഡൻസ് സ്പ്രെഡ് ചെയ്യുക. അപ്പോഴേ നമുക്കും തിരിച്ച് ആ ഒരു കോൺഫിഡൻസ് നമുക്കും തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മളൊരിക്കലും ഈഗോയിസ്റ്റിക് ആയി നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള രൂപത്തിൽ നിന്നാലേ നമുക്കും അത്യാവശ്യം നല്ല റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അങ്ങനത്തെ തന്നെ അധികം ആൾക്കാർക്കും കിട്ടാറുള്ളതും. നമ്മൾ ഒരിക്കലും കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. നമ്മളിങ്ങനെ പറയും കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്ന് പറയെങ്കിലും ഒരുമിച്ച് മുന്നേറുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാറുള്ളത് എന്നുള്ളൊരു സത്യം ഉണ്ട്. നീറ്റ് എക്സാമിന് ആ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ കയറാൻ തുടങ്ങി. എനിക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എക്സാമിനെ കുറിച്ചൊന്നും ഒരിക്കലും വേവലാതിപ്പെടാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ടെൻഷനൊക്കെ വരാൻ തുടങ്ങി. ആണെങ്കിൽ പോരാത്തതിന് ഒരാഴ്ച മുന്നൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചുമ തുടങ്ങി. ഞാൻ ഏകദേശം നീറ്റിന്റെ തലേന്നൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ തുപ്പുമ്പോൾ ചോരന്റെ കളറൊക്കെ വരാൻ തുടങ്ങി. ഒരു കട്ട ചോര, പക്ക റെഡ് കളറൊക്കെ വരാൻ തുടങ്ങി. തലേന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ ആയിട്ട് ഞാൻ എക്സാമിന് പോയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ 2 വർഷം ഇത് ചെയ്തു എന്നുള്ളൊക്കെ ഒരു തോന്നൽ വരാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു. അങ്ങനെ നീറ്റ് എക്സാമിന് പോയപ്പോൾ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആക്കി തന്നെയാണ് ഞാൻ പോകാൻ ട്രൈ ചെയ്തത്. 2 മണിക്കൂറോളം മുമ്പ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഒരു 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്ന്. അത് അത്യാവശ്യം നല്ലൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ക്യൂവിൽ 1.5 മണിക്കൂറോളം വെയിലത്ത് നിന്നിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറിയത്. അത്യാവശ്യം നല്ല കുഴങ്ങിയിട്ടാണ് കയറിയത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അന്നാണെങ്കിൽ അങ്ങനെ കുറച്ച് അവിടുത്തെ പ്ലസ് ടുന്ന് വെറുതെ വരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര വർത്താനൊക്കെ ഉണ്ടായിരുന്നു. മുന്നിലൊക്കെ നിന്നാണ്ട് എന്നോട് പേര് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ റീ റിപ്പീറ്റർ ആണോ, എന്തിന് റീ റിപ്പീറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ കൊല്ലം തന്നെ കയറിക്കൂടെ 625 അങ്ങനെയൊക്കെ ഓരോരോ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൂടുതൽ ടെൻഷൻ ആവുന്നതാണ്. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചൂടാകാനൊന്നും പോയില്ല. ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാതെ രൂപത്തിൽ തന്നെ പോയി. കാരണം ചൂടായാലും ചിലപ്പോൾ എനിക്കാണ് പ്രശ്നം വരാനുള്ളത്. അവര് പഠിക്കാതെ ഞാനും പ്ലസ് ടു എഴുതാൻ പോയിരുന്നു. ഞാനും ഫുൾ കൂൾ മൈൻഡിലായിരുന്നു. അപ്പോ അതുപോലെ വന്ന അവരാവുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഞാനും ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നിന്ന്. ഞാൻ ചൂടായാലും എനിക്കാണ് പ്രശ്നം വരിക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെ ഞാൻ പോയി ക്ലാസ്സിലേക്ക് കയറി. അപ്പോഴത്തേക്കും 1/4 മണിക്കൂർ മുന്നെയാണ് ഞാൻ എക്സാം ഹാളിലേക്ക് എത്തിയത്. എക്സാം ഹാൾ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഹാളായിരുന്നു. അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു ബെഞ്ചിൽ 2 ആൾക്കാർ, ചെറിയ ബെഞ്ചാണെങ്കിലും അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ. പിന്നെ ഫുൾ റിലാക്സ്ഡ് ആയി, വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫുൾ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ തുടങ്ങി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത്യാവശ്യം പേടിച്ച് തന്നെയാണ് എഴുതിയത്. നമുക്ക് അറിയാലോ, ബയോളജി തുടങ്ങി. ബയോളജി ഞാൻ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ തീർക്കുന്ന ആളാണ്. ആ ഒരു ആള് ഞാൻ 1 മണിക്കൂറിന്റെ ഏറെ ബയോളജിക്ക് മാത്രം ഞാൻ എടുത്തു. പിന്നെ അതിലാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിക്കാണ്. അങ്ങനെ റൗണ്ടൊക്കെ ഇട്ട് വെച്ചിക്കാണ്. എനിക്ക് ഈ 2 ഓപ്ഷന്റെ ഡൗട്ട് എന്നുള്ള രൂപത്തിലൊക്കെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ കെമിസ്ട്രി തുടങ്ങി. കെമിസ്ട്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഫിസിക്സ് എത്തി. ഫിസിക്സിന് 1 മണിക്കൂർ ഇല്ല ബാക്കി എന്നുള്ള രൂപത്തിലായി. ഫിസിക്സ് ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. പിന്നെ ഒരു ഫുള്ള് നോക്കിയപ്പോൾ 3 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. പിന്നെ ഫുൾ നിരത്തി എഴുതലായിരുന്നു. നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതും. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും കിട്ടൂല എന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് തന്നെ മുന്നോട്ട് എക്സാം കൊണ്ടുപോയാൽ ഒരിക്കലും എനിക്ക് നീറ്റ് കിട്ടൂല എന്നുള്ള ഉറപ്പായി തുടങ്ങിയ നിമിഷം. പകുതിയിലേറെ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നിന്നത്.
പിന്നെ സംശയമുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാതെ തന്നെ ഫുൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോയി. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും ഞാനിങ്ങനെ ഫുൾ ചെയ്തോ നോക്കാതെ ഫുൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തതും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഇത് ചെയ്ത് പകുതിയൊക്കെ എത്തിയിട്ട് ഏകദേശം ഇതായിരിക്കും ഉത്തരം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ പോയി. എന്നിട്ട് പോലും ക്വസ്റ്റ്യൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അങ്ങനെ സ്പീഡിൽ പോയോണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടായി. ഞാൻ ഒരിക്കലും ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിയിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ കുറെ ഞാനിങ്ങനെ ഏകദേശം 2ന്റെ എടുത്തേക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട് 2ന്റെ തൊട്ട് മേലേക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു ഉത്തരം കുത്തിയിട്ടുണ്ട്. പക്ഷെ 2ന്റെ തൊട്ട് മേലെ ഇങ്ങനെ ജസ്റ്റ് തൊട്ട് മേലല്ല, അതിന്റെ മേലുള്ള ഒരു ഓപ്ഷൻ വഴി ഉണ്ടായിരുന്നു, അതായിരുന്നു ഉത്തരം വന്നത്. അങ്ങനെയുള്ള കുറെ ഇങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും എന്നുള്ള അർത്ഥത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒന്നുകൂടി ചിന്തിച്ചാൽ കറക്റ്റ് ഉത്തരം കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ കുറെ എണ്ണം ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരിക്കലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയില്ല. കാരണം ഞാൻ ആ ടൈമിൽ ആ സ്പീഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് നീറ്റ് കിട്ടില്ലായിരുന്നു എന്നുള്ള ലെവലായേനെ. അപ്പൊ ഞാൻ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഞാൻ സ്പീഡാക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് നീറ്റ് കിട്ടിയത്. അത്യാവശ്യം നല്ല റാങ്കുമായി എന്തോ ഭാഗ്യത്തിന്. അപ്പോ എന്തെന്നാലും ഞാൻ അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ ആ ഒരു ടൈമിൽ ഞാൻ ഡീൽ ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് കുറേ മണ്ടത്തരങ്ങൾ ആ സമയത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തു. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടലുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ നിന്നത്. ഞാൻ അങ്ങനെ കഴിഞ്ഞിങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ പേപ്പർ കൊടുത്തു. ഞാൻ ചുറ്റുഭാഗം നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഫുൾ ചിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഇവർക്കൊക്കെ പറ്റിയെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് +2 സ്റ്റുഡൻസ് ആയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ആർക്കും പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ തന്നെ സമാധാനപ്പെട്ടു. പിന്നെ ഒരു അടുത്തുള്ള ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഓൻ ജെയിന്റെ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓനെ ഫിസിക്സും കെമിസ്ട്രിയും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പാടി എനിക്കും സംശയമായി, ഇനി ടഫ് അല്ലേ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഞാൻ വാപ്പനോട് പറഞ്ഞ് കിട്ടാൻ ചാൻസ് ഇല്ല, എനിക്ക് ഭയങ്കര ടഫിന് ഒന്നും ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന്. അപ്പോ ആ അളിയനും പറഞ്ഞ് ആരൊക്കെ പറയണ്ടേ, ആരൊക്കെ കരഞ്ഞൊക്കെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സമാധാനം വന്ന്. പിന്നെയാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഇന്നലെ വിളിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത്യാവശ്യം നല്ല ടഫായിരുന്നു. അത്യാവശ്യം ഭയങ്കര ടഫ് എക്സാം ആയിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഹോസ്റ്റലിൽ പോയപ്പോഴും എല്ലാവരും പറഞ്ഞു ഭയങ്കര ടഫിന് ഒന്നും കിട്ടിയില്ല, പകുതിയെ ചെയ്തിട്ടുള്ളൂ, മറ്റേ അങ്ങനെയൊക്കെ ഫുൾ പണിയായി എന്നുള്ള അർത്ഥത്തിലായിരുന്നു എല്ലാവരും പറഞ്ഞത്. സാർമാരോട് പറഞ്ഞപ്പോഴാണെങ്കിലും എല്ലാവരും വിളിച്ച് കരയാണ്. കുറെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, എല്ലാവരും വിളിച്ച് കരയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് സാർമാരും പറയുന്നത്. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കാറിൽ ഇങ്ങനെ ഫുൾ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ സാറ് വിളിച്ചാണ്ട് വന്ന് മാർക്ക് ചെക്ക് ചെയ്യാൻ. അങ്ങനെ കൂട്ടിയപ്പോൾ 603 എനിക്ക് മാർക്ക് കിട്ടിയിരുന്നത്. അത് സാറിന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സാറ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് റിസൾട്ട് വരുന്നതിന്റെ അന്നാണ് ഒരു കറക്ഷനും പാടി വന്നിട്ട് 2 ആൻസർ കൊടുത്തിട്ട് എനിക്ക് 608 മാർക്കായത്. അപ്പോൾ അത് ഭയങ്കര നല്ല ഒരു കാര്യം തന്നെ. അങ്ങനെയാണ് കേരള റാങ്ക് 30ലേക്ക് എത്തിയത്. അങ്ങനെയാണ് എൻ്റെ ഒരു നീറ്റ് സ്റ്റോറി ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കളർ തന്നെയായിരുന്നു. റിപ്പീറ്റിംഗ് ടൈം പറയുമ്പോൾ അത്യാവശ്യം നല്ല സുഖമായിരുന്നു നമുക്ക്. നമുക്ക് ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഇങ്ങോട്ട് കിട്ടുന്നു, നമ്മൾ ഫുഡിന് പൈസ കൊടുക്കുന്നില്ല, ഹോസ്റ്റലിന് ഒന്നിനും നമ്മൾ ഇത് അങ്ങോട്ട് പൈസ വാങ്ങുന്നില്ല, നമ്മൾ ഇങ്ങോട്ട് ക്യാഷ് പ്രൈസ് ആയിട്ട് നമുക്ക് പൈസ കിട്ടുക എന്നുള്ളൊരു ലെവല് മാത്രം. അപ്പം ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് പൈസ സമ്പാദിക്കുക എന്നുള്ളൊരു ലെവല് നിൽക്കുകയായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു സുഖമായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ അത്ര വലിയ സുഖമല്ലായിരുന്നു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയിട്ട് ഇത് ഒന്നും പാടിയും ഡ്രോപ്പ് എടുക്കുന്നത് അത്യാവശ്യം നല്ല സുഖമാണ്. നമ്മളെ മൈൻഡ് ഗെയിം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത്യാവശ്യം കൂൾ മൈൻഡ്, അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മളെ മൈൻഡ് ഗെയിം അത്യാവശ്യം നല്ല വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. മൈൻഡ് ഗെയിമിന് നമ്മൾ ആ ഒരു സ്ട്രെസ്സും ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് കിട്ടൂല. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ആ മൈൻഡ് ഗെയിമിലേക്ക് നമ്മൾ ട്രാപ്പായി പോവാതൊക്കെ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പോവുക. നമ്മൾ അതിനൊരു റിപ്പീറ്റ് ചെയ്യാൻ, ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡിൽ തന്നെ പോവുക. നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പക്ഷേ അതിന് പക്ക ഡീവിയേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല. ആ ഒരു ടൈപ്പിലേക്ക് പോയി മൈൻഡ് ഗെയിം ഒന്നും ആയിട്ട് പോകരുത് എന്നുള്ളത് പ്രത്യേകം എനിക്ക് പറയണം.
കാരണം നമ്മൾ പല ആൾക്കാർക്കും അങ്ങനെ കണ്ടിട്ട് പോകുന്നതാണ്. പകുതിക്കൊന്ന് വെച്ച് നിർത്തി പോവുക, സ്ട്രെസ്ഡ് ചില ടൈമിൽ നമ്മളൊക്കെ സ്ട്രെസ്ഡ് ആവും. ഞാനും വിചാരിച്ചിട്ടുണ്ട് ചില സമയത്ത് നിർത്തി പോയാലോന്ന്. പക്ഷേ ഞാനെങ്ങനെയോ പിടിച്ച് നിൽക്കണം, എങ്ങനെയും പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി തന്നെ ഞാൻ നിന്ന് മുന്നോട്ട് പോയിക്കാണ് എന്നുള്ളതാണ്. അപ്പോ അതൊക്കെ എന്തെന്നാലും ശ്രദ്ധിക്കുക. നമ്മള് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാതിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ നീറ്റ് സ്റ്റോറി. ഞാന് പല പേരുകളും പല കാര്യങ്ങളും പറയാൻ വിട്ടിട്ടുണ്ട്. കുറേ പേരുകള് ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. എൻ്റെ എനിക്ക് ഇത്രങ്ങാനും സപ്പോർട്ട്നെസ് എൻ്റെ ലൈഫില് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പോ ഈ നീറ്റ് ടൈമില് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചപ്പോ ലോകം മൊത്തം കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് തെളിഞ്ഞ ഒരു നിമിഷമായിരുന്നു ഇത്. അപ്പോൾ എല്ലാ സമയത്തും എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്യുക. സാഹചര്യം ഉണ്ടായിട്ട് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാതെ നിൽക്കരുത് എന്നുള്ളതാണ്. സാഹചര്യം ഇല്ലെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാഹചര്യം ഉണ്ടാകാൻ കഴിയുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറയേണ്ട കാര്യം എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കിയത് ഉറപ്പായിട്ടും നീറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. എൻ്റെ നീറ്റ് സ്റ്റോറി ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏത് ലെവലിലേക്ക് എത്തിയാലും താഴാണെങ്കിലും മേലാണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഓർക്കുന്ന ഒരു ഭാഗം തന്നെ ആയിരിക്കും നീറ്റ് സ്റ്റോറി. പ്ലസ് ടു കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ ചിന്താഗതി പറഞ്ഞാല് തികച്ചും വ്യത്യസ്തമായിരുന്നു. എങ്ങനെങ്കിലും ഒന്ന് എവിടെങ്കിലും ഒന്ന് എത്തണം, എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നീറ്റ് എത്തി, അതാണ് എൻ്റെ മുമ്പിലേക്കൊരു വേ തന്നത്. അപ്പോ നമ്മള് ചില ആൾക്കാര് റിപ്പീറ്റ് ചെയ്തിട്ട് പ്ലസ് ടുന്ന് കിട്ടുന്നവരുണ്ടാവും, റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് 4 കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ കിട്ടുന്നവരുണ്ടാവും. ചില ആൾക്കാർ 25 അത്ര വയസ്സത്തൊക്കെ കിട്ടുന്നവരുണ്ടാവും നീറ്റ്. അപ്പോ നമ്മൾ ഒരിക്കലും വെർത്തല്ല എന്ന് ഒരിക്കലും പറയില്ല. അത്രക്ക് പാഷനേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും വർത്താണ്. അത്രക്ക് നോബിൾ പ്രൊഫഷനാണ് ഈ MBBS ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ ഇങ്ങനെ നീറ്റ് ലൂപ്പിലൊന്നും പെടരുത് എന്നെനിക്കുണ്ട്. ഇപ്പം തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ കോഴ്സ് എടുത്ത് ബാക്കപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. എനിക്ക് നീറ്റിന് ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ 98.7% ഉണ്ടായിരുന്നു. അപ്പോ അത് വെറുതെ ഞാനിങ്ങനെ തമാശക്ക് പോയി എഴുതിയൊന്നുമല്ല. ജസ്റ്റ് തലേന്ന് ക്ലാസ്സൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കേട്ടിട്ടൊക്കെ തന്നെ ഞാൻ പോയി എഴുതിയതാണ്. എന്നിട്ട് തന്നെയാണ് എനിക്ക് 98.7 കിട്ടിയത്. ഞാൻ നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ NIT കാലിക്കറ്റിൽ പോയി ചേർന്നേനെ. ഞാൻ NIT കാലിക്കറ്റിലെ അഡ്മിഷന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് ഈസിക്ക് ഇതും കിട്ടിയിരുന്നു, അഡ്മിഷനും കിട്ടിയിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ എന്തെന്നാലും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തെന്നാലും ഓൾ ദ ബെസ്റ്റ് എന്നുള്ളതാണ്